കല്ലും മുള്ളും ചവിട്ടി അയ്യനെ കാണാൻ കാനനപാതയിലൂടെ കാൽനടയായി എത്തുന്ന തീർത്ഥാടകർ നിരവധിയാണ്. ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് ഇത്തരത്തിൽ കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി പരമ്പരാഗത പാതയിലൂടെ നടന്ന് ദിവസവും സന്നിധാനത്തെത്തുന്നത്. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുമ്പോഴും കാനനപാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവില്ല. കഠിന വ്രതമനുഷ്ഠിച്ച് കല്ലും മുള്ളും ചവിട്ടി നടന്നാണ് ഓരോ അയ്യപ്പഭക്തന്റെ യാത്ര. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കാൽനടയായി അയ്യനെ കാണാനെത്തുന്നത്. മനസ്സും ശരീരവും അയ്യനിൽ അർപ്പിച്ചുള്ള യാത്രയിലെ ദുരിതങ്ങൾ ഇവർ സ്വയം മറക്കുകയാണ്. காட்டுக்குள்ள யாத்திரை ஐயப்பனை தேடி வர்றதுனால எந்த கஷ்டமும் பெருசாக தெரியறது கிடையாது. அதனால் அதை எந்த கஷ்டம் இருந்தாலும் சந்தோஷமாக ஏற்றுக்கிட்டு ஐயப்பனை பார்க்கக்காண்டி പാദയാത്രയാണ് വന്നിട്ട് இருக்கும். ഇടത്താവളങ്ങളിൽ വിശ്രമിച്ചും സ്വയം ഭക്ഷണം തയ്യാറാക്കി കഴിച്ചുമാണ് യാത്ര. ഓരോ ചെറു സംഘങ്ങളിലും 20 മുതൽ 30 വരെയുള്ള തീർത്ഥാടകരുണ്ടാകും. 10 മുതൽ 1 മാസം വരെ നടന്ന് സന്നിധാനത്തെത്തുന്നവരുമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർ അച്ചൻകോവിൽ, കല്ലേരി, കോന്നി വഴിയുള്ള കാനനപാതയിലൂടെ നടന്നാണ് സന്നിധാനത്തെത്തുന്നത്. മകരവിളക്ക് ദർശനത്തിനാണ് ഇവരിൽ പലരും കാൽനടയായി എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.